ഒരു ചെറുക്കനെ എനിക്ക് ഓർമ്മ വരുന്നു. സ്തോത്രം. അവൻ പറയും, എൻ്റെ അപ്പൻ ജയിലിൽ കിടന്നിട്ടില്ല, എൻ്റെ അമ്മ നേരത്തെ മരിച്ചുപോയി, അതുകൊണ്ട് അവൾ ജയിലിൽ കിടന്നില്ല. എനിക്ക് പല ചേട്ടന്മാരുണ്ടായിരുന്നു, രൂബേൻ, സ്തോത്രം, ശിമിയോൻ, യേസ്, ലേവി, യഹൂദ. അവരാരും ഇതുപോലെ ജയിലിൽ കിടന്നില്ല. പക്ഷെ ഞാൻ മാത്രം ഈ ജയിലിൽ കിടക്കുന്നു. എന്തുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ എനിക്ക് മാത്രം ഈ ജയിൽ വന്നത്? എന്തുകൊണ്ട് എനിക്ക് മാത്രം ഈ ജയിൽ? എൻ്റെ കൂടെ പഠിച്ചവരിങ്ങനെയല്ലല്ലോ, എൻ്റെ കൂടെ പിറപ്പുകൾ ഇങ്ങനെയല്ലല്ലോ, വേറെ ആർക്കുമില്ലാത്ത ജയിലാണല്ലോ എനിക്കുള്ളത്. ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റെന്ന് പറയുന്നത്, ഞാൻ സ്വപ്നം കണ്ടു, ആ സ്വപ്നം ഞാൻ പറഞ്ഞു. ഇപ്പം എനിക്ക് തോന്നുന്നു പറയേണ്ടതിരുന്നെന്ന്. ഞാൻ പറയാതിരുന്നെങ്കിൽ കംഫർട്ട് സോണിൽ ഇരുന്നേനെ. പക്ഷേ ആ ജയിലിലേക്ക് ഇറങ്ങിച്ചെന്ന് എനിക്കൊന്ന് പറയാൻ തോന്നുന്നു, എടാ യോസഫേ, സ്തോത്രം, നീ പറഞ്ഞതല്ല, ദൈവം നിന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. ഒരിക്കലും സെൽഫ് ബ്ലെയിമിൽ നീ ജീവിക്കല്ല, ഒരിക്കലും സ്വയം കുറ്റം പറഞ്ഞ് നിന്നെ ജീവിക്കല്ല. ഞാൻ പ്രവചനാത്മാവിൽ വെച്ച് പറയട്ടെ, ഇന്ന് മറ്റുള്ളവരോട് മാത്രമല്ല, നിന്നോട് തന്നെ നീ ക്ഷമിക്കണം. ഇന്നലകളിൽ നമുക്ക് എത്ര അബദ്ധങ്ങളുണ്ടാക്കിയാലും, എത്ര ഫൂളിഷ്നെസ് ഇന്നലകളെ നമ്മൾ എത്ര മണ്ടത്തരം ഇന്നലെ ചെയ്താലും, ഇന്നലത്തെ അബദ്ധങ്ങളെ സുബദ്ധമാക്കി തീർക്കാൻ കഴിവുള്ളവനാണ് കർത്താവ്. അതുകൊണ്ട് നിന്നോട് തന്നെ ക്ഷമിച്ച്, നിന്നോട് തന്നെ, അല്ലാതെ എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്ന് പറഞ്ഞല്ല ജീവിക്കേണ്ടത്. കമാൺ, ഒരിക്കലും എൻ്റെ പിഴ നോ. നീ എത്ര പിഴച്ചാലും നിൻ്റെ പിഴയ്ക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ തകർക്കപ്പെട്ടു. അതുകൊണ്ട് നിന്നോട് തന്നെ ക്ഷമിച്ചാട്ടെ. എടാ യോസഫേ, നീ ഇന്ന് ജയിലിൽ കയറി, പക്ഷേ ഈ ബാഖ താഴ്വര ഉണ്ടല്ലോ, ഈ ബാഖ താഴ്വര, ഈ കണ്ണുനീർ താഴ്വര ഉണ്ടല്ലോ, നിന്നെ മാറ്റുകയാണ്.